വെൽക്കം ടു മൈ യൂട്യൂബ് ചാനൽ. ഇത് എല്ലിങ്കപ്പം ഉണ്ടാക്കാനാണിത്. ഇതിലേക്ക് സവോള എത്രണ്ണമായിരുന്നു? സവോള 2 അരിഞ്ഞത്, ഇഞ്ചി ചെറുതായി അരിഞ്ഞത്, ലേശം മഞ്ഞൾപ്പൊടി, ഇഞ്ചി ഒക്കെ ഇട്ടു. ഇനി ഇതിലേക്ക് മല്ലിപ്പൊടി, ഒരു 4 സ്പൂൺ, മുളക് പൊടി നമ്മുടെ എരിവിനനുസരിച്ചിടാം കേട്ടോ. ഒരു 3 സ്പൂൺ, 3 സ്പൂണോ 2 സ്പൂണോ ഒക്കെ ഇടാം. ഇനി ഇതിലേക്ക് മീറ്റ് മസാലയും കൂടെ ഇടുക. പകുതിയോളം മീറ്റ് മസാല. ഈ ഒരു പരുവത്തിൽ മൂപ്പിച്ചെടുക്കും. എന്നിട്ട് കഴുകി വാരി വെച്ചിരിക്കുന്ന എല്ലിനകത്തോട്ട് പൊടിയെല്ലാം കൂടി തട്ടുക. എന്നിട്ട് അതിലേക്ക് വെള്ളം ഒഴിക്കുക. എന്തിനാ വെള്ളം ഒഴിക്കണേ? പാകത്തിന് വെള്ളം, നേരത്തെ വെള്ളം, വേകാൻ പാകത്തിനുള്ള വെള്ളം ഒഴിക്കുക. ഇപ്പം നിരക്കെ വെള്ളമുണ്ട്. എന്നിട്ട് ഇളക്കി കുത്തി ഇളക്കി ഇങ്ങനെ ഒഴിപ്പിച്ചിട്ട് അതിനകത്തങ്ങിടും. കുറച്ച് സവോള ഇങ്ങനെ എടുത്ത് ഇട്ടോ വേണമെങ്കിൽ, അതൊക്കെ നമ്മൾ ചോദിച്ചു ഇടണമെങ്കിൽ ഇടാം കേട്ടോ, ഇട്ടില്ലെങ്കിലും കുഴപ്പമില്ല. എന്നിട്ട് കുക്കർ അടച്ചു വെച്ച് വേവിക്കുക. ഒരു 3-4 വിസിലടിച്ചാലും കുഴപ്പമില്ല കേട്ടോ, എല്ല് വേഗം പാകത്തിന്. കുറച്ച് വെളിച്ചെണ്ണയും കൂടി ഇതിലേക്ക് ഒഴിക്കുക. ഇത് കുക്കർ അടച്ച് വെച്ച് വേവിക്കുക. ഇത് എല്ലിങ്കപ്പ, എല്ല് നല്ലപോലെ വെന്തിട്ടുണ്ട് കണ്ടോ. എല്ലേന്ന് ഇറച്ചി ഊരി പോരാൻ പാകത്തിന് ഉണ്ട്. ഒരു 7-8 വിസിലെങ്കിലും അടിച്ചിട്ടുണ്ട്. വേണമെങ്കിൽ എളുപ്പത്തിൽ ഇതുപോലെ കപ്പയും എല്ലും കൂടെ ഇട്ട് വെന്ത് എല്ലിനകത്തോട്ട് കപ്പയിട്ട് വിസിലെടുപ്പിക്കുക. അപ്പോൾ കപ്പ വേഗം വെന്ത് കിട്ടും. കപ്പയിലേക്ക് ചെറിയുള്ളി അരിഞ്ഞതും കരിവേപ്പില ഇട്ടതും കൂടെ കൂട്ടി താളിച്ചൊഴിക്കുക. താളിച്ച് കപ്പയിലേക്ക് ഒഴിക്കുക. എന്നിട്ട് നല്ലപോലെ അങ്ങ് കുഴച്ച് ഇളക്കി അങ്ങ് എടുക്കുമ്പോഴത്തേക്കും എല്ലിങ്കപ്പം റെഡിയായി. കാണാം, ഇതാണ് എല്ലിങ്കപ്പ ഇളക്കാനുള്ള കാണാം. കുത്തിക്കുഴച്ച് അടിയിൽ നിന്ന് മുകളിലേക്ക് നല്ലപോലെ കുത്തിക്കുഴച്ചിളക്കുക. ഇത് നിങ്ങൾക്ക് ഇഷ്ടമായ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. എല്ലിങ്കപ്പ